എടാ അർജുനാണേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു എൻ്റെ ലൈഫ് സ്റ്റോറി പറയാമെന്നുള്ള രീതിയിൽ. അപ്പം അതിന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്തായാലും കമൻറ്റ് ഇട്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ എങ്ങനെ ഫോട്ടോഗ്രാഫറായി എന്നുള്ളതാണ് ഞാൻ സ്റ്റോറി പറയാമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചതൊക്കെ ടെക്സ്റ്റൈൽ ഡിസൈൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ആ ഫീൽഡിൽ തന്നെ ജോലിയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തും എനിക്ക് പാഷൻ ഇങ്ങനെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറ എനിക്ക് തോന്നുന്നത് എൻ്റെ 2 സുഹൃത്തുക്കളുടെ ക്യാമറയാണ്. എൻ്റെ ഫ്രണ്ട് എബി, അവൻ്റെ ക്യാമറയാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അവനാണ് കുറച്ച് ഫോട്ടോഗ്രാഫീൻ്റെ ഇതിലേക്ക് പറഞ്ഞു തന്നതും ഫോട്ടോസ് എടുക്കാൻ പഠിപ്പിച്ചതും. പിന്നെ രാഹുൽ, എന്താ പറയുക, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്യാമറ എന്നുള്ളൊരു പാഷൻ മൈൻഡിൽ സെറ്റായതൊക്കെ. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഞാൻ ഇന്ന് ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത്രയും അവരുടെയൊക്കെ സപ്പോർട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ ക്യാമറ മേടിച്ചിട്ടുള്ള സ്റ്റോറി, ഒരു കമ്പനിയിൽ ABC എന്ന് പറയുന്നൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ സൈഡിലൂടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കെന്താ പറയുക, ക്യാമറ മേടിക്കണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നുള്ളൂ തന്നെ. ഞാനത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുകയും തന്നെ അത് ദുബായിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം ദുബായിൽ പോയി. ഞാൻ പോകുമ്പം എൻ്റെ ഫ്രണ്ടിനോട് കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവനും നല്ല സപ്പോർട്ടായിരുന്നു, അവനും കൂടെ വന്നു. അങ്ങനെ 2 ദിവസം ദുബായൊക്കെ കറങ്ങി ക്യാമറ പർച്ചേസ് ചെയ്ത് നാട്ടിൽ വന്ന് അങ്ങനെയാണ് വെഡ്ഡിങ് പേജും ബേബി ഷൂട്ട് പേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ വർക്ക് നമ്മൾ എടുക്കുമ്പോഴും അത് ഓരോ പുതിയ പാഠങ്ങളാണ് ഫോട്ടോഗ്രാഫി പഠിക്കാനുണ്ടാവുക. ഓക്കെ, ഒരുപാട് സ്റ്റോറികൾ ഇന്നും പറയാനുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും കാര്യം പറഞ്ഞുതരാം. ഇപ്പം ദുബായിൽ പോയിട്ട് പർച്ചേസ് ചെയ്തതും പിന്നെ ഞാൻ എങ്ങനെ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടുന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. കുറച്ച് സ്റ്റോറി ആയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ബൈ.